നേരെ കാണുന്നതാണ് പാലാങ്കോണം ഓവർപാസിൻ്റെ സൈറ്റ്. ഇവിടുന്ന് തിരിഞ്ഞ് കുടവൂർക്കോണം ഓവർപാസിൻ്റെ സൈറ്റ് വരെ ഡ്രൈവ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. മുൻപെങ്ങോ ചെയ്ത സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ പകുതി വഴി കിടക്കുകയാണ്. കൂടുതൽ പുരോഗതിയൊന്നുമില്ല. ഇവിടെ മുൻപ് ധാരാളം എർത്ത് വർക്ക്സ് നടന്നൊരു സ്ഥലമാണ്. ഒരു ഇറക്കവും കയറ്റവുമായി കിടന്നൊരു പ്രദേശം ഏകദേശം നികത്തി എടുത്തിട്ടുണ്ട്. എന്നാലും 6-7 മാസമായിട്ട് ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല. ഇനിയും എർത്ത് വർക്ക്സ് ഇവിടെ ഒരുപാട് ബാക്കിയുണ്ട്. ഇവിടെ ഒരു റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു മുൻപ്. അതിനെ കുഴിച്ച് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഈ റോഡ് കടന്നു പോകുന്നത്. അവിടെ മേൽപ്പാലം വരാനുള്ള സാധ്യതയില്ല. ആ റോഡ് വയലിൻ്റെ അവിടെ പോയി എൻഡ് ചെയ്യുന്നൊരു റോഡാണ്. ഇവിടെ RDSൻ്റെ സബ് കോൺട്രാക്ടറുടെ കുറേ വാഹനങ്ങൾ കിടപ്പുണ്ട്. അതിന് കാവലായിട്ട് 2-3 സ്റ്റാഫുമുണ്ട്. അവരുടെ അന്വേഷിച്ചപ്പോൾ കൂടുതൽ ഡ്രൈവർമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും പണികൾ ഉടൻ പുനരാരംഭിക്കും എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. പണികൾ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടായിരിക്കണം ഇവിടെ കാട് പിടിച്ച് കിടന്ന പ്രദേശങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചെളി വടിച്ച് അണീവനായി കിടന്ന സ്ഥലങ്ങളെല്ലാം ഒരുവിധം നിരപ്പാക്കി എടുക്കുന്നുമുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് വരുന്ന വഴി പല സ്ഥലങ്ങളിലും പുതുതായി എർത്ത് വർക്ക്സ് തുടങ്ങിയിരിക്കുന്നത് കണ്ടു. രാത്രിയായത് കാരണം വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും പണികൾ പുതുതായി പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. സബ് കോൺട്രാക്ടറുടെ സ്റ്റാഫ് പറഞ്ഞതുപോലെ കൂടുതൽ പണിക്കാരെത്തുമെന്നും പണികൾക്ക് പുതുവേഗം കൈവരിക്കും എന്നും പ്രതീക്ഷിക്കാം. ഇത് നമ്മുടെ ബ്രിഡ്ജ് സൈറ്റാണ്. ഇവിടെ എടുത്തു പറയത്തക്കതായി പുതുതായി ഒന്നും കണ്ടില്ല. എല്ലാം അതേപടി തന്നെയാണ്.